ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലതരത്തിലുള്ള ശിക്ഷാരീതികളും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ഒരു വിചിത്രമായ ഒരു ശിക്ഷാരീതിയാണ്. 30 ദിവസം ഉറങ്ങാൻ പാടില്ല. അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും വെള്ളവും കിടക്കാനുള്ള സൗകര്യങ്ങളും മുറിയും എല്ലാ സൗകര്യങ്ങളും കൊടുക്കും. 5 തടവ് പുള്ളികളിലാണ് ഈ പരീക്ഷണം നടത്തിയത്. മനുഷ്യന് വെള്ളം വേണം, വായു വേണം, ഭക്ഷണം വേണം. ഇത് എത്രത്തോളം പ്രാധാന്യമാണോ അതുപോലെ തന്നെ ഉറക്കത്തിനും പ്രാധാന്യമുണ്ട്. നമ്മൾ കുറച്ച് സമയം സാധാരണഗതിയിൽ ഉറങ്ങുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങും. പിന്നീട് നമ്മൾ പല കാര്യങ്ങളും മറന്നുപോകും, ഓർത്തെടുക്കാൻ പറ്റില്ല, പിന്നീട് ദേഷ്യം വരും. അങ്ങനെ പലർക്കും പല രൂപത്തിലുള്ള വൈകാരികമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉറക്കക്കുറവ് കാരണം ഉണ്ടാകുന്നത്. ഞാൻ കുറച്ച് മാത്രം ഉറങ്ങുന്ന ആളാണ് കേട്ടോ. ശരി, പിന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, 1-2 ആഴ്ച കണ്ടിന്യൂ ചെയ്ത് ഉറങ്ങാതിരുന്നാലുള്ള കാര്യം എന്താണെന്ന്. ഈ രൂപത്തിൽ മനുഷ്യന്റെ ഉറക്കവുമായി ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥ പ്രചരണത്തിലുണ്ട്. 30 ദിവസം ഉറക്കം നിഷേധിക്കപ്പെട്ട 5 മനുഷ്യരും അവര് നേരിട്ട ഇരുണ്ട ദിവസങ്ങളും കേട്ടാൽ ആരെയും പിടിപെടുത്തുന്ന, അറപ്പുളവാക്കുന്ന ദി റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെന്റ് എന്ന ഒരു സ്റ്റോറി നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ തന്നെ കിട്ടും നമുക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും. 1947 നടന്നു എന്ന് പറയപ്പെടുന്ന റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെന്റ്. ഇതിനെ ചുറ്റിപ്പറ്റി വാദങ്ങളും പ്രതിവാദങ്ങളും നിരവധി നടക്കുന്നുണ്ട്. സോവിയറ്റ് യൂണിയൻ അവർ നടത്തി എന്ന് പറയപ്പെടുന്ന സ്ലീപ്പ് എക്സ്പെരിമെന്റ് ഇന്റർനെറ്റിൽ പ്രചാരണത്തിലുള്ള ഏറ്റവും കുപ്രസിദ്ധമായ കെട്ടുകഥകളിൽ ഒന്നാണ്. 5 തടവ് പുള്ളികളെ ഒരൊറ്റ മുറിയിൽ പാർപ്പിക്കുന്നു. 30 ദിവസം അവർക്ക് ഉറക്കം നിഷേധിക്കപ്പെടുന്നു. ആ 5 മനുഷ്യർ നേരിടേണ്ടി വന്ന അനുഭവങ്ങളാണ് റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1947 സോവിയറ്റ് റഷ്യയിൽ നടന്നു എന്നാണ് ഈ കഥയെക്കുറിച്ച് പറയുന്നത്. കുറച്ച് സയന്റിസ്റ്റുകളുടെ ഉള്ളിൽ ഉണ്ടായ ചെറിയ ഒരു ജിജ്ഞാസ, 1 മാസം മനുഷ്യൻ ഉറങ്ങാതിരുന്നാൽ അവർക്ക് എന്ത് സംഭവിക്കും? ഈ ജിജ്ഞാസയിൽ അവരതിനെ ഒതുക്കി നിർത്തിയില്ല. പകരം ശരിക്കും മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ ഒരു പരീക്ഷണത്തിന് തയ്യാറായി. അങ്ങനെ പുറം ലോകത്തെ അറിയിക്കാതെ തന്നെ പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി. സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള ഗവേഷകർ 5 രാഷ്ട്രീയ തടവുകാരെ ഈ പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. ഈ പരീക്ഷണത്തിന് സമ്മതിച്ചാൽ പരീക്ഷണ കാലാവധിയായ 1 മാസം കഴിയുമ്പോൾ 5 തടവുകാരെയും വെറുതെ വിടും എന്ന വാക്കും അവർക്ക് നൽകി. സ്വാതന്ത്ര്യം മുന്നിൽ കണ്ട തടവുകാർ പരീക്ഷണത്തിന് സമ്മതിച്ചു. പരീക്ഷണത്തിന് വേണ്ടി ഈ 5 പേരെയും ഒരു ചേംബറിൽ പാർപ്പിച്ചു. ഇതിനുവേണ്ടി സർക്കാരിൽ നിന്നും 1 മാസത്തേക്ക് അവർക്ക് വേണ്ടുന്ന ആഹാരം, വെള്ളം, പുസ്തകങ്ങൾ, ടോയ്ലറ്റ് സൗകര്യം, മെത്തയില്ലാത്ത കട്ടിലുകൾ എല്ലാം അവരുടെ പരീക്ഷണ മുറിയിൽ എത്തിച്ചു കൊടുത്തു. ഇവർ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഉത്തേജക വാതകം മുറിയിലേക്ക് കടത്തി വിട്ടുകൊണ്ടേയിരുന്നു. മനുഷ്യനെ ഉറക്കത്തിലേക്ക് നയിക്കുന്ന സെല്ലുകളുടെ പ്രവർത്തനത്തെ നിർത്താൻ കഴിയുന്ന വാതകമായിരുന്നു അത്. ഇങ്ങനെ പ്രത്യേകമായി ഒരുക്കിയ മുറിയിൽ മൈക്രോഫോൺ, ഇന്റർക്യാം ഇതൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ 4 ദിവസങ്ങളിൽ പ്രശ്നമൊന്നുമില്ലാതെ കടന്നുപോയി. എന്നാൽ അടുത്ത ദിവസം 5 പേരിൽ ഒരാൾ വളരെ വിചിത്രമായി സ്വബോധമില്ലാതെ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ആരംഭിച്ചു. 6ാമത്തെ ദിവസം ചിത്തഭ്രമം ബാധിച്ചതുപോലെ മറ്റുള്ളവരും പുലമ്പാൻ തുടങ്ങി. 9ാം ദിവസം തടവുകാരിൽ ഒരാൾ 3 മണിക്കൂർ തുടർച്ചയായി അലറാൻ ആരംഭിച്ചു. ഏകദേശം 3 മണിക്കൂറിന് ശേഷം അയാൾ നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു നേർത്ത ശബ്ദം മാത്രമേ പുറത്തു വന്നുള്ളൂ. അപ്പോഴേക്കും അയാളുടെ വോക്കൽ കൂട് തകരാറിലായി എന്ന് ഗവേഷകർക്ക് മനസ്സിലായി. മണിക്കൂറുകൾ കഴിയും തോറും മുറിയിൽ അന്തരീക്ഷം ആകെ ഭീകരതയാകാൻ തുടങ്ങി. വല്ലാത്തൊരു അലർച്ചയും അട്ടഹാസവും. എന്നാൽ പെട്ടെന്ന് തന്നെ മുറി തീർത്തും നിശബ്ദമായി. എന്നാൽ മുറിയിലുള്ള ഓക്സിജന്റെ അളവ് പരിശോധിച്ചപ്പോൾ ഇപ്പോഴും അവർ ജീവനോടെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. ഒടുവിൽ പരീക്ഷണം അവസാനിപ്പിച്ച തടവുകാരെ മോചിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ചേംബർ തുറക്കുന്നതിന് മുമ്പായി ഗവേഷകർ ചേംബറിന്റെ വാതിൽ തുറക്കാൻ പോകുകയാണ് എന്ന് അറിയിച്ചു. എന്നാൽ അത്രയും നേരം യാതൊരു ഒച്ചപ്പാടും ഇല്ലാതിരുന്ന ചേംബറിൽ നിന്നും നിശബ്ദതയെ മുറിച്ചുകൊണ്ട് അവർക്ക് ലഭിച്ച മറുപടി, ഞങ്ങൾ ഇനിയും സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നതായിരുന്നു. 15ാമത്തെ ദിവസം അർദ്ധരാത്രിയില് ചേംബർ തുറക്കാൻ തീരുമാനിക്കുന്നു. ചേംബർ തുറന്ന് അകത്തേക്ക് കടന്ന ഗവേഷകർ കണ്ടത് തീർത്തും ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. 5 പേരിൽ ഒരാൾ മരണപ്പെട്ടു കിടക്കുന്നു. മരണപ്പെട്ടയാളുടെ ശരീരത്തിൽ നിന്നും മാംസം മറ്റുള്ളവർ മാന്തി പൊളിച്ച് തിന്നിരിക്കുന്നു.
എന്നാൽ ബാക്കിയുള്ള 4 പേർ സ്വന്തം വയറ് കീറി മാംസവും പേശികളും വലിച്ചു പുറത്തിട്ടിരിക്കുന്നു. തീർത്തും അക്രമാസക്തമായിട്ടുള്ള ഈ അറയിൽ പ്രവേശിച്ച ഒരു സൈനികനെ കൊലപ്പെടുത്തുകയും ചെയ്തു. നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ഇവരെ ചേംബറിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. സാധാരണ ജീവിതത്തിലേക്ക് ഇവരെ തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അധികാരികൾ അവരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. 1940കളുടെ ആരംഭത്തിൽ സോവിയറ്റ് യൂണിയൻ നടത്തി എന്ന് പറയപ്പെടുന്ന ഈ ഭയാനകമായ പരീക്ഷണം വെറും കെട്ടുകഥയാണ്. യാഥാർത്ഥ്യത്തിന്റെ യാതൊരംശവും പുരളാത്ത ഈ കഥ ഏറ്റെടുത്ത് കോടിക്കണക്കിന് മനുഷ്യരാണ് ദി റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെന്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ കഥ ഇന്റർനെറ്റിൽ പ്രചരിച്ച ഒരു കലാ സൃഷ്ടി മാത്രമാണ് ഇത് എന്ന് മനസ്സിലാകാതെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കെട്ടുകഥയുടെ ഏറ്റവും പഴയ പതിപ്പ് 2010 ഓഗസ്റ്റ് 10 ക്രീപ്പി പാസ്റ്റ എന്ന വിക്കി പേജിൽ കാണാൻ സാധിക്കും. ശരിക്കും ഈ കഥ ആരുടെയോ സൃഷ്ടിയാണ്. ആരുടെ സൃഷ്ടിയാണ് എന്ന് കണ്ടെത്താൻ മാത്രം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കഥ സത്യമാണ് എന്ന് വാദിക്കുകയും വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ വാദത്തെ സാധൂകരിക്കാൻ വേണ്ടത്ര തെളിവുകളില്ല എന്നതാണ് സത്യം. അർബൻ ലെജൻഡ് എന്നൊക്കെ വിളിക്കാൻ സാധിക്കുന്ന ഈ കഥ മനുഷ്യന്റെ ചിന്താശേഷിയുടെയും ക്രിയാത്മകതയുടെയും തെളിവ് കൂടിയാണ്. 5 തടവ് പുള്ളികളെ ഒരൊറ്റ മുറിയിൽ പാർപ്പിക്കുന്നതും 30 ദിവസം അവർക്ക് ഉറക്കം നഷ്ടപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിന് വേണ്ടി ഒരു സ്ലീപ്പ് എക്സ്പെരിമെന്റ് നടത്തുന്നു എന്നുമൊക്കെ നമുക്ക് ഇന്റർനെറ്റിലൊക്കെ പരതിയാൽ കിട്ടുന്ന വസ്തുതയാണ്. എന്തെങ്കിലും വാലും തുമ്പും കേട്ടാൽ മാത്രം അത് വിശ്വസിക്കുകയും അത് ശരിയാണ് എന്ന് നിർബന്ധിച്ച് തർക്കിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഇതൊരു പരീക്ഷണം മാത്രമാണ് എന്ന യാഥാർത്ഥ്യം, ഇതൊരു കഥയാണ് എന്ന യാഥാർത്ഥ്യം ഇനി നമ്മൾ പറഞ്ഞാലും വിശ്വസിക്കണമെന്നില്ല. ഞാനിത് നോക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ മോനാണ് എന്നോട് ഇത് പറഞ്ഞത്. ഒരു സ്ലീപ്പ് എക്സ്പെരിമെൻ്റ് ഉണ്ട്, റഷ്യൻ സോവിയറ്റ് ആണ് ഇത് നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ശരി, എന്താണെങ്കിലും അതൊന്ന് നോക്കണമല്ലോ. അപ്പം ഞാൻ എന്താണ് എൻ്റെ കഥ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അത് കൃത്യമായിട്ട് റഷ്യൻ സർക്കാർ നടത്തിയതാണ്, ഇപ്പോഴല്ല 1947 നടത്തിയതാണ്, അതൊന്ന് നോക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവനാണെങ്കിൽ കുറച്ച് ചരിത്രത്തെക്കുറിച്ചിട്ടൊക്കെ ബോധമുള്ള കുട്ടിയാണ്. നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ പുസ്തകങ്ങളൊക്കെ എല്ലാം നിർത്താതെ വായിക്കുന്ന ഒരു കുട്ടി കൂടിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാനതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇൻ്റർനെറ്റിൽ പരതിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആർട്ടിക്കിളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ 5 പേര് 30 ദിവസം ഉറങ്ങാതെ, നമുക്കറിയാം ഉറങ്ങാതിരുന്നാലുള്ള മനോവ്യഥ എന്താണെന്നോ അയ്യോ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഓർമ്മശക്തി ഇല്ലാതാക്കുക മാത്രമല്ല, എനിക്കാണെങ്കിൽ ഞാൻ കുറച്ച് സമയമേ ഉറങ്ങാറുള്ളൂ. അത്രയും സമയം ഉറങ്ങിയിട്ടില്ലെങ്കിൽ ശരീരം നിന്ന് അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങും. പിന്നീട് അങ്ങ് കലിയാണ്, കണ്ണ് കാണാൻ പറ്റില്ല. പിന്നീട് തലവേദനയും ഛർദിലും. അപ്പോൾ ഇങ്ങനെ ഒരു കഥ, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇത് വെറും ഒരു കഥ മാത്രമാണ്. എന്നാലും ഒരു മനുഷ്യന്റെ ഭാവന എത്രമാത്രം ഡെവലപ്പാണ് എന്ന് കാണിക്കുന്ന ഒരു കഥ കൂടിയാണിത്. കാരണം നമ്മളാരും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു വേർഷനിൽ മറ്റൊരു വ്യക്തിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു, അങ്ങനെ ഒരു സ്റ്റോറി എഴുതാൻ സാധിക്കുന്നു, അത് വൈറലാകുന്നു. എന്നിട്ട് പോലും യാതൊരു അവകാശവാദവും ഉന്നയിച്ച് ഇതെൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരാതെയും ഇരിക്കുന്നു. നന്ദി.